ഒരു ബീറ്റ്റൂട്ട് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ബീറ്റ്റൂട്ട് വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുക്കണം. നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ആ വെള്ളത്തോടു കൂടി നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഒരു പച്ചച്ചൊവ്വയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് ഒന്ന് ഇളക്കി അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. അതിനായിട്ട് നമ്മൾക്ക് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമ്മൾക്കതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അതിൽ ധാരാളം വെള്ളം ഉണ്ടാകും പച്ചക്കറികളിലൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചു. ഒരു 2-3 മിനിറ്റ് അത്രയും മതി അതിൻ്റെ വേവ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്ന് നോക്കി അത് ഉപ്പിട്ടു. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി, വെള്ളം വറ്റിയിട്ടില്ല, ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി ബീറ്റ്റൂട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ബീറ്റ്റൂട്ട് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബീറ്റ്റൂട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് ആറിയതിന് ശേഷം നമ്മൾക്ക് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബീറ്റ്റൂട്ട് മുഴുവൻ നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മുഴുവനും ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ വേവിക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. പിന്നെ ചടുപടയെന്ന് പണി കഴിയും. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ചെറിയ കൊത്തുകളായിട്ടാണ് അരിഞ്ഞിട്ട് ഒന്ന് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചുരുണ്ടിയതുപോലെ ആയിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ഇടുക. ഞാനിപ്പോൾ 3 പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞിടുന്നത്. സാമാന്യം എരിവുള്ള പച്ചമുളകാണ്, നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെയാണ്. അത് ഒത്തിരി അങ്ങ് എരിവില്ല, എന്നാലും കുഴപ്പമില്ലാതെ എരിവുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നന്നായിട്ട് എരിവുള്ള പച്ചമുളക് എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 2 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 3 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഊരി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് അതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി, തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇഞ്ചി ഇടാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത്, ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കും. നമ്മളിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തില്ല എങ്കിൽ ഇതൊക്കെ അരയാതെ കിടക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന് അതിലേക്ക് ഇട്ടു. അതിനുശേഷം മിക്സി കൂടി കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്.
ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. തൈരും കൂടി ഒഴിച്ച് ഏകദേശം ഒരു 1.5 കപ്പോളം തൈരുണ്ട്. അത് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ നമ്മുടെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്തില്ലേ? ഇനി നമുക്കൊന്ന് താളിച്ചും കൂടി ഒഴിച്ചാൽ മതി അതിൻ്റെ മുകളിലേക്ക്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വളരെ ടേസ്റ്റായിട്ടുള്ള പച്ചടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ഒരു തിളച്ച വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടവും ഒന്ന് ചെല്ലുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇത്രയും മതി ചാറ്. ഇനി നമ്മൾക്ക് ഒന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. നമ്മുടെ പണി കഴിഞ്ഞു. പെട്ടെന്ന് കഴിഞ്ഞില്ലേ? പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് താളിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇത്രയും മതി. ഇനി നമുക്കതൊന്ന് മൂപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്തു. ഞാൻ എണ്ണയ്ക്കിടുന്നത് മൂത്തോളും. തിളച്ച എണ്ണയല്ലേ. അങ്ങനെ അത് മൂപ്പിച്ചെടുത്തു. ഇത്രയും മതി. നമുക്കത് നമ്മളുടെ ആ പച്ചടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചടി റെഡിയായി. നിങ്ങളിതുപോലെയാണോ വയ്ക്കുന്നത്? നിങ്ങളേത് രീതിയിലാണ് വയ്ക്കുന്നത്? ഇതുപോലെയാണോ? ഇതുപോലെ വളരെ എളുപ്പമല്ലേ? ഇത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ രീതിയിൽ വെച്ചിട്ടില്ല എങ്കിൽ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക. വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ പച്ചടി റെഡിയായിരിക്കുകയാണ്. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ നമുക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ലൊരു ചാറുകറിയും കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പച്ചടി? ഈ ഒരു രീതിയിൽ വയ്ക്കുന്ന പച്ചടി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ രീതിയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ പച്ചടി ഈ രീതിയിലേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പമായിട്ടുള്ളൊരു കറിയാണ്. നല്ല തിക്കായിട്ട് ഇതിപ്പോൾ ഉണ്ട്. നല്ല കട്ട തൈര് ഒഴിക്കണം, എന്നാലേ ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ, ബൈ ബൈ.